നമസ്കാരം. ബിസ് ന്യൂസ് വീക്കിൻ്റെ പുതിയൊരു എഡിഷനിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു വലിയ ക്രേസാണ് ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ 18നും 60നും ഇടയ്ക്കുള്ള ആളുകൾക്കിട ഇൻവെസ്റ്റർ ഗ്രൂപ്പിനിടയ്ക്കാണ് ഇത് കൂടുതൽ പ്രചാരത്തിലുള്ളത്. എന്താണ് ശരിക്കും ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി എന്ന് നമ്മൾ പറയുമെങ്കിലും ഇതെല്ലാം പ്രൈവറ്റ് വിർച്വൽ കറൻസീസ് ആണ്. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്സ്, റിയൽ എസ്റ്റേറ്റ്, ഇക്വിറ്റി, ഗോൾഡ്, കമ്മോഡിറ്റീസ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു വിർച്വൽ മോഡലാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് പ്രവർത്തിക്കുന്നത്. അതായത് ഇതിന് ഒരു അണ്ടർലൈങ് അസറ്റ്സ് ഇല്ല. ഇപ്പോൾ ഇക്വിറ്റീസിനാണെങ്കിൽ കമ്പനികളുടെ ഷെയറാണ്, കമ്മോഡിറ്റീസിനാണെങ്കിൽ ഹാർഡ് അസറ്റ്സ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഓഫ് കോഴ്സ് പ്രോപ്പർട്ടീസ് റിയൽ എസ്റ്റേറ്റ് ആണ്. പക്ഷേ വിർച്വൽ കറൻസീസ്, ക്രിപ്റ്റോ കറൻസീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കറൻസിയാണ്. അതാണ് ക്രിപ്റ്റോ കറൻസീസ്. നൗ ഇന്ത്യയിൽ ഏതാണ്ട് 11.5 കോടിയോളം ആളുകളാണ് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളതെന്നാണ് ലേറ്റസ്റ്റ് കണക്കുകൾ. ഇത് വളരെ വലിയൊരു സംഖ്യയാണ്. പ്രത്യേകിച്ച് കൂടുതലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറുപ്പക്കാർ. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അപകടമാണ് ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ്. ക്രിപ്റ്റോ കറൻസീസ് പെട്ടെന്ന് ഹൈ റിട്ടേൺ നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ജസ്റ്റ് ലൈക്ക് എനി അതർ ഗാംബ്ലിംഗ് പ്രൊഡക്റ്റ്. ബിറ്റ്കോയിൻ നമുക്ക് അറിയാം, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് അനവധി മടങ്ങ് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകിയിട്ടുള്ള ബിറ്റ്കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതുപോലെ ആയിരക്കണക്കിന് മറ്റുള്ള ക്രിപ്റ്റോ കറൻസീസ് നിലവിലുണ്ട്. ഇതിന് ഒരു റെഗുലേറ്ററി ബാക്കപ്പ് ഇല്ല. അതായത് ക്രിപ്റ്റോ കറൻസീസ് ഇന്ത്യയിൽ റെഗുലേറ്റഡ് അല്ല. ഗവൺമെന്റിന് ക്രിപ്റ്റോ കറൻസീസ് ആയിട്ടുള്ള ആകെ ഉള്ളൊരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 യൂണിയൻ ബജറ്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ക്രിപ്റ്റോ കറൻസി പ്രോഫിറ്റ്സിന് 30% ടാക്സും അതുപോലെ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻസിന് 1% TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സും ഇമ്പോസ് ചെയ്തു. ഗവൺമെന്റ് ക്രിപ്റ്റോ കറൻസീസിന് ടാക്സ് ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലും ഇതിന് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് RBIയോ അതുപോലെ മറ്റുള്ള റെഗുലേറ്റേഴ്സോ ഗവൺമെന്റോ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റീസ് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് സെബി റെഗുലേറ്റ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ബാങ്കിങ് ഇൻഡസ്ട്രി RBI റെഗുലേറ്റ് ചെയ്യുന്നത് പോലെയോ ക്രിപ്റ്റോ കറൻസീസിന് ഒരു റെഗുലേറ്റർ ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാൽ നിങ്ങളൊരു ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത ക്രിപ്റ്റോ കറൻസിയോ അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്ത എക്സ്ചേഞ്ചോ എന്തെങ്കിലും ഇറഗുലാരിറ്റി കാണിച്ചാൽ നിങ്ങൾക്ക് പോകാനോ കംപ്ലൈൻറ്റ് ചെയ്യാനോ ഒരു റെഗുലേറ്ററി ബോഡി ഇല്ല. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കുഴപ്പം വരുന്നത്. ഇതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റുള്ള ആളുകളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റെഗുലേറ്ററി സൈഡ് ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. കഴിഞ്ഞ ജൂലൈയിൽ തുടക്കത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ വോസിറെക്സ് ഹാക്ക് ചെയ്യപ്പെട്ടു. ഏതാണ്ട് $230 മില്യൺ വർത്ത് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് ഈ ഹാക്കേഴ്സ് മറ്റുള്ള അക്കൗണ്ട്സിലേക്ക് മാറ്റി. അതായത് ഏതാണ്ട് 2000 കോടി ഇന്ത്യൻ റുപ്പീസിൽ വാല്യൂ വരുന്നത്. ഏതാണ്ട് 60 ദിവസം കഴിഞ്ഞിട്ട് പോലും വാസിറെക്സിന് ഇൻവെസ്റ്റേഴ്സിൻ്റെ അവർ ഇൻവെസ്റ്റ് ചെയ്ത തുക മുഴുവനായിട്ട് തിരിച്ചു നൽകാൻ സാധിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു ശതമാനം, അബൌട്ട് ഐ തിങ്ക് 60% മറ്റോ മാത്രമാണ് ഇതുവരെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഇതിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് പോയി കംപ്ലൈൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനോ നിലവിൽ സാധ്യമല്ല. കാരണം ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസീസ് റെഗുലേറ്റ് ചെയ്യപ്പെട്ട ഒരു അസറ്റ് അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2018 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തിരുന്നു, ബാങ്ക്സിനെ കോഷൻ ചെയ്തുകൊണ്ട്. അതായത് ക്രിപ്റ്റോ കറൻസിയായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലും ബാങ്ക്സ് ഫെസിലിറ്റേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ്
വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഹിബിഷൻ RBI 2018 ഇഷ്യൂ ചെയ്തിരുന്നു. പക്ഷേ 2020 സുപ്രീം കോർട്ട് ആ ഓർഡർ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനുണ്ടായത്. അതിനുശേഷം RBI ഒഫീഷ്യലി ബാങ്ക്സിനോട് എന്താണ് ക്രിപ്റ്റോ കറൻസീസിൽ ഇടപെടലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും RBI ടൈം ആൻഡ് അഗെയിൻ അവർ ഇൻവെസ്റ്റേഴ്സിനെയും അതുപോലെ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അബൌട്ട് ദി നേച്ചർ ഓഫ് ദിസ് പ്രൊഡക്റ്റ്. അതായത് അണ്ടർലൈങ് അസറ്റ് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകളുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സൂക്ഷിക്കണം എന്ന് RBI ഹാസ് റിപ്പീറ്റഡ്ലി കോഷൻ. പക്ഷേ ഇതൊന്നും നമ്മുടെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെമ്പലിൽ നമ്മുടെ ചെറുപ്പക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ ഉദാഹരണമാണ്, അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വർദ്ധിച്ചു വരുന്ന നിക്ഷേപകരുടെ സംഖ്യ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 115 മില്യൺ ഇൻവെസ്റ്റേഴ്സ്, 11.5 കോടിയോളം ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ്, കൂടുതലും ചെറുപ്പക്കാർ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. അതുകൊണ്ട് തന്നെ ചോദ്യം, നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ഒബ്വിയസ്ലി ഗ്ലോബലി ഇപ്പോൾ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ് ക്രിപ്റ്റോ. അതിൽ നിങ്ങൾക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങൾ വളരെ ചെറിയൊരു എക്സ്പോഷർ മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ വാസിറക്സ് എപ്പിസോഡ് ഉണ്ടായതുപോലെ നമുക്കുണ്ടാകുന്ന ലോസ് ഭീകരമായിരിക്കും. നമുക്കതിൽ നിന്ന് ഒരു തിരിച്ചു വരവിനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. ഇൻവെസ്റ്റബിൾ സർപ്ലസ് എത്രയായിരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. പക്ഷേ നിങ്ങൾക്ക് എനിക്ക് ഇത്ര രൂപയുണ്ട്, അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഒരു എമൗണ്ട്, ഒരു ചെറിയൊരു എമൗണ്ട്, അതോ ഈ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അത്രമാത്രമാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ്. കാരണം ക്രിപ്റ്റോ കറൻസി, ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യയിൽ റെഗുലേറ്റഡ് അല്ല. ടാക്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് റെഗുലേഷന് സമാനമല്ല. നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും അതുപോലെയുള്ള മറ്റുള്ള ഇൻവെസ്റ്റേഴ്സും അവരുടെ ഹാർഡ് ഏൺഡ് മണി സേവിങ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രീംലി കോഷ്യസ് ആയിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമുക്ക് സേഫായിട്ടുള്ള, റിലേറ്റീവ്ലി സേഫർ ആയിട്ടുള്ള അണ്ടർലൈങ് അസറ്റ്സ്, അതായത് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഹാർഡ് അസറ്റ്സിൽ പോകുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണ്. പ്രോപ്പർ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ സേവിങ്സും ഒരു അസറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ അത് ഡിവൈഡ് ചെയ്ത് പല അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് കുഴപ്പം സംഭവിച്ചാലും അത് മറ്റുള്ള സ്ഥലത്തുള്ള ഗെയിൻ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ ന്യൂ ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ വാസിറക്സ് എപ്പിസോഡ് ഒരു വലിയ ഐ ഓപ്പണറാണ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്. ഒരുപാട് പേരുടെ പണം ഇപ്പോഴും അതിൽ സ്റ്റക്കാണ്. അത് തിരിച്ചു കിട്ടുമോ എന്നുള്ളത് പോലും ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. പലരും അത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. റെഗുലേറ്റേഴ്സ് അതിലിടപെടുന്നില്ല, കാരണം അത് റെഗുലേറ്റഡ് അല്ല. അപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ക്രിപ്റ്റോ അസറ്റ്സ്. താങ്ക് യു.